ഞാൻ ഒരു കാര്യം പറയാം, ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ഫ്ലുവൻ്റ് ആവാത്തതെന്ന് എന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷ് നമ്മളെ പല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും ആളുകൾ. നമ്മളെ നേരിട്ട് പറയലല്ല, വളഞ്ഞു പിടിക്കല, നമ്മളെ മോഹിപ്പിക്കും. ഇതിപ്പോ കേട്ടിട്ട് നിങ്ങൾ 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവില്ല എന്ന് നിങ്ങൾക്ക് തോന്നണ്ട. പറയൂ, ഇംഗ്ലീഷിന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കാന്നേ നമ്മള്. അല്ലെ എനിക്ക് പഠിക്കാൻ പറ്റുമോ? ഇംഗ്ലീഷ് ഭയങ്കര ടഫ് ലാംഗ്വേജ് ആണ്, എനിക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഈ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ മാസ്റ്റർ ആക്കിയില്ലെങ്കിൽ ഞാൻ ഈ പ്രൊഫഷൻ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രോമിസ് ചെയ്യാണ്. ഇപ്പൊ 10-60 പേരില്ല ഇവിടെ. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രോമിസ് ചെയ്യാണ്, ഞാൻ പറയുന്നത് പോലെ 40 ദിവസം ഈ സ്റ്റഡി മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിതിൽ മാസ്റ്റർ ആവും, സൂപ്പർ ആവും. എക്സ്ട്രാ ഓർഡിനറി ആയില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ടീച്ചിങ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ പ്രോമിസ് യു, ഇഫ് യു ഹാവ് എ ഡ്രീം, ആ ഡ്രീം സ്ട്രോങ് ആണെങ്കിൽ അത് നടന്നിരിക്കും. ഇംഗ്ലീഷ് ഒന്നുമല്ല, ബട്ട് ഇംഗ്ലീഷ് ഈസ് ആൻ ഓക്സിജൻ. ഇനി ഫ്യൂച്ചറിൽ നിങ്ങളുടെ ശരീരത്തിന് എങ്ങനെയാണോ ഓക്സിജൻ ആവശ്യമുള്ളത്, അതേപോലെ നിങ്ങളുടെ പ്രൊഫഷന് ഇംഗ്ലീഷ് ആവശ്യമാണ്. നമ്മൾ പല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും ആളുകൾ. നമ്മളെ നേരിട്ട് പറയലല്ല, വളഞ്ഞു പിടിക്കല, നമ്മളെ മോഹിപ്പിക്കും. റൈറ്റ്? ആ മോഹിപ്പിക്കൽ കണ്ട് നമ്മളും അതേപോലെ ആവുമെന്ന് വിചാരിച്ച് നമ്മൾ പോവും. എന്നിട്ട് നമ്മുടെ 100 കണക്കിന് പൈസ പോവും, 1000 പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് നമ്മൾ പറയും, അയ്യോ ഞാൻ അവിടെ പോയിട്ട് റെഡി ആയില്ല, അത് ശരിയായില്ല എന്ന്. നിങ്ങൾ അന്വേഷിക്കണം ആരാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കി തരുന്നത്. അവരുടെ അടുത്ത് നിങ്ങൾ പോകണം. അല്ലാതെ കുറേ സ്ഥലത്ത് പരസ്യം കണ്ടു പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിലും ഇത് പറയുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയത് ഒരു കബളിപ്പിക്കണ പറയലുമില്ല. 1 മണിക്കൂർ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 90 ദിവസത്തിൽ മലയാളം സംസാരിക്കുന്ന പോലെ ഇംഗ്ലീഷ് ഞാൻ ഫ്ലുവൻ്റ് ആക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. ഒരു മോഹിപ്പിക്കലും ഇല്ല, ഡയറക്റ്റ്. ഇനി അത് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, ശരിയല്ലേ? ഒരാൾ പോലും എന്നെ കോൺടാക്ട് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഏത് സമയം വിളിച്ചാലും ഞാൻ അവൈലബിൾ ആയിരിക്കും. ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന സമയത്തേക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ കോഴ്സ് ഞാൻ പ്രോമിസ് ചെയ്യാണ്, എൻ്റെ കോഴ്സ് ചെയ്തിട്ട് ഫ്ലുവൻ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കോമ്പൻസേഷൻ ഞാൻ തരാമെന്ന് പറയേണ്ട ബേസിക് കാരണം അതാ. ബിക്കോസ് ഐ ആം ഹിയർ, ഞാനാ പഠിപ്പിക്കണേ. ഇതിപ്പോൾ കേട്ടിട്ട് നിങ്ങൾ 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവില്ല എന്ന് നിങ്ങൾക്ക് തോന്നണ്ട. പറയൂ. അപ്പം നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നു എന്നുള്ളതല്ല വിഷയം, നമ്മൾ ഏത് അവസ്ഥയിൽ ഇനി ജീവിക്കണം എന്നുള്ളതാണ് വിഷയം. ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിച്ച് ലാംഗ്വേജ്. If you want to earn 10,000 rupees per month from English, you can earn. If you want 20 lakhs rupees per month from English, you can earn. നിങ്ങൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളത്. ഇംഗ്ലീഷ് ഒരു റിച്ച് ലാംഗ്വേജ് ആണ്, അത് ഡയമണ്ട് ആണ്. If you want to become rich, English will make you rich, but you have to love English. Practice every day. ഹർത്താലില്ല, കല്യാണം ഇല്ല, നൂലുകെട്ടില്ല, പെരകുടി താമസവും ഇല്ല, ഒന്നുമില്ല. ഒരു ദിവസം നിങ്ങൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്, ഇംഗ്ലീഷ് പഠിച്ച സമയത്ത് പിന്നെ അവൻ പഠിച്ചു വലിയ കളക്ടറാവാൻ പോവല്ലേ. ഈ അച്ഛൻ തന്നെ എൻ്റെ പ്രോഗ്രാം വന്നപ്പോൾ പുറകിലിരുന്ന് കരഞ്ഞ ആളാ. യു അണ്ടർസ്റ്റാൻഡ്? എൻ്റെ അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ അച്ഛനാ. എന്നെ ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്നതിന് ചീത്ത പറഞ്ഞത് എൻ്റെ അച്ഛനാ. കാരണം പുസ്തകം വായിച്ച് പ്രാന്താവെന്നും പറഞ്ഞു അവസാനം. കാരണം രാത്രി 2 മണിക്ക് അടുക്കളയിൽ മണ്ണെണ്ണ വിളക്കം കത്തിച്ച് വെച്ച് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് വായിച്ചതിൻ്റെ പവറാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇൻസ്റ്റന്റ് റിസൾട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ദെയർ ഈസ് എ പ്രോസസ്. യെസ് ഓർ നോ? നമ്മുടെ നാട്ടിൽ നാച്ചുറൽ ആയിട്ടൊരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, അല്ലേ? ഇപ്പോൾ അമേരിക്കക്കാരനെ പോലെ സംസാരിച്ച് നമുക്കിവിടെ നാട്ടിൽ പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ അമേരിക്കക്കാരൻ വരുമ്പോൾ സംസാരിക്കുമ്പോൾ അതേപോലെ നമുക്ക് സംസാരിക്കുന്ന എബിലിറ്റി ഉണ്ടാക്കി വെക്കാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് മൾട്ടി കൾച്ചർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. MBA പഠിക്കാനുള്ളൊരു ചാപ്റ്ററാണ്. അതായത് ഓരോ ക്യാരക്ടറിനും അനുസരിച്ച് നമ്മൾ സംസാരിക്കാനുള്ള എബിലിറ്റി ഉണ്ടാവണം, ഓരോ വിഭാഗത്തിനും അനുസരിച്ച് സംസാരിക്കുന്ന കപ്പാസിറ്റി ഉണ്ടാവണം. അപ്പം നമ്മൾ ആ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടും. കാരണം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്, ഡിഫറെൻറ്റ് എഡ്യൂക്കേഷനാണ്, ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്, ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലാണ്, ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡാണ്, ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്, അല്ലേ? ഇതിൽ 90% ആളുകളെങ്കിലും നമ്മൾ ഹാപ്പി ആക്കണം. അല്ലാതെ കുറേ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇംഗ്ലീഷ് പറയുന്ന ശൈലിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആളുകൾ. ഞാൻ ഇപ്പോഴും ഇതെല്ലാം ഉണ്ട്. ഞാൻ ആദ്യം ഇംഗ്ലീഷ് പഠിപ്പിച്ചത് എൻ്റെ വീട്ടിൽ പനമ്പിൻ്റെ ഡോറായിരുന്നു. ആ ഡോർമ ചോക്ക് കൊണ്ട് എഴുതിയാ പഠിപ്പിച്ചേ. Right now I have machines, yes or no? Right now I have suit, right now I have car, right now I have home in Ernakulam. ഇതെല്ലാം തന്നത് ഇംഗ്ലീഷ് ആണ്. You have to realize and you have to understand what is the real power of your life. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പവർ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബാക്കിലേക്ക് പോകില്ല. Welcome to Fluency Multiplier, making people confident in English.